ശ്രീ ചട്ടമ്പി സ്വാമികൾ രചിച്ച വേദാധികാര നിരൂപണം ഇക്കാലത്തെ പ്രസക്തി. 19ാം നൂറ്റാണ്ടിന്റെ അവസാന ദശകങ്ങൾ കേരളീയ നവോത്ഥാന ചരിത്രത്തിലെ ഏറ്റവും പ്രജ്വലമായ ബൗദ്ധിക വിപ്ലവമായിരുന്നു ചട്ടമ്പി സ്വാമികളുടെ വേദാധികാര നിരൂപണം. ഹൈന്ദവ ധർമ്മശാസ്ത്രങ്ങളിലും വേദാന്ത ദർശനങ്ങളിലും ആഴ്ന്നിറങ്ങിയ പാണ്ഡിത്യവും യുക്തിചിന്തയുടെ മൂർച്ചയും ഒത്തുചേർന്നപ്പോൾ നൂറ്റാണ്ടുകളായി നിലനിന്നിരുന്ന ജാതീയമായ ഉച്ചനീചത്വങ്ങളുടെയും വിദ്യാനിഷേധത്തിന്റെയും അടിത്തറ തകർക്കപ്പെട്ടു. വിജ്ഞാനം ഒരു പ്രത്യേക വിഭാഗത്തിന്റെ മാത്രം കുത്തകയായിരുന്ന ഇരുണ്ട കാലഘട്ടത്തിൽ ജ്ഞാനാധികാരത്തിന്റെ വികേന്ദ്രീകരണത്തിനായി സ്വാമികൾ നടത്തിയ യുക്തിഭദ്രമായ പോരാട്ടമായിരുന്നു ഈ കൃതി. ഈ പ്രബന്ധത്തിൽ വേദാധികാര നിരൂപണത്തിന്റെ രചനാ പശ്ചാത്തലം, കേരള നവോത്ഥാനത്തിൽ അതിന്റെ സ്വാധീനത, ആധുനിക ഇന്ത്യൻ സമൂഹത്തിലും വിദ്യാഭ്യാസ മേഖലയിലും ഭരണഘടനാപരമായ മൂല്യങ്ങളിലും ഗ്രന്ഥത്തിന്റെ പ്രസക്തി എന്നിവ വിശദമായി വിലയിരുത്തുന്നു. ഇക്കാലത്തെ സാമൂഹിക യാഥാർത്ഥ്യങ്ങളുമായി ബന്ധപ്പെടുത്തി ഈ കൃതിയുടെ സന്ദേശം എത്രത്തോളം ജീവസുറ്റതാണെന്ന് പരിശോധിക്കുകയാണ് ഈ പ്രബന്ധത്തിന്റെ ലക്ഷ്യം. കേരളത്തിന്റെ സാമൂഹിക സാംസ്കാരിക നവോത്ഥാന ചരിത്രത്തിൽ അതുല്യമായ സ്ഥാനമാണ് ചട്ടമ്പി സ്വാമികൾക്കുള്ളത്. 19ാം നൂറ്റാണ്ടിന്റെ അവസാന ഘട്ടത്തിൽ കേരള സമൂഹം കടുത്ത ജാതി വിവേചനവും സാമൂഹിക അസമത്വവും വിദ്യാഭ്യാസ നിഷേധവും മതപരമായ അനാചാരങ്ങളും നിറഞ്ഞ അവസ്ഥയിലായിരുന്നു. ജനനം അടിസ്ഥാനമാക്കി മനുഷ്യരെ ഉന്നതരും അധമരുമായി വിഭജിച്ചിരുന്ന സാമൂഹിക വ്യവസ്ഥയിൽ വിജ്ഞാനവും ആത്മീയതയും ചില പ്രത്യേക വിഭാഗങ്ങളുടെ മാത്രം അവകാശമായി കണക്കാക്കപ്പെട്ടു. അത്തരമൊരു കാലഘട്ടത്തിൽ മനുഷ്യന്റെ മഹത്വം ജന്മത്തിലല്ല, അറിവിലും ധാർമ്മികതയിലും സ്വഭാവശുദ്ധിയിലുമാണെന്ന് ധീരമായി പ്രഖ്യാപിച്ച നവോത്ഥാന ചിന്തകനായിരുന്നു ചട്ടമ്പി സ്വാമികൾ. 19-20 നൂറ്റാണ്ടുകളിൽ കേരളത്തിൽ നിലനിന്നിരുന്ന സാമൂഹികാവസ്ഥ പലതുകൊണ്ടും കലുഷിതമായിരുന്നു. ജാതീയമായ വേർതിരിവുകൾ, കൊളോണിയൽ ആധിപത്യം, ഭാരതത്തിലെമ്പാടും ആരംഭിച്ച സ്വാതന്ത്ര്യ സമര പ്രക്ഷോഭങ്ങൾ എന്നിവയായിരുന്നു അവ. ഇവിടെ നിലനിന്നിരുന്ന ജാതി വേർതിരിവുകൾ മുതലെടുത്താണ് കൊളോണിയൽ ആധിപത്യം നിലയുറപ്പിച്ചത്. ഈ സന്ദർഭത്തിൽ ജനങ്ങളെ സ്വത്വം ബോധ്യപ്പെടുത്തേണ്ടത് ആവശ്യമായിരുന്നു. സ്വത്വം തിരിച്ചറിയാൻ കഴിയുന്നവന് ഏത് പ്രതിസന്ധി ഘട്ടത്തിലും തളരാതെ പിടിച്ചു നിൽക്കാൻ കഴിയും. ജനങ്ങളെ സ്വന്തം അസ്തിത്വം ബോധ്യപ്പെടുത്തി തങ്ങൾ ആരാണെന്ന തിരിച്ചറിവുണ്ടാക്കി സ്വാതന്ത്ര്യബോധമുള്ളവരാക്കാൻ ചട്ടമ്പി സ്വാമിയെ പോലുള്ളവർ മുന്നോട്ട് വന്നു. അതിനവർ തിരഞ്ഞെടുത്ത മാർഗം എഴുത്തിൻ്റെതായിരുന്നു. ചട്ടമ്പി സ്വാമിയുടെ അതിഥ്യ കൃതി എന്ന് വിശേഷിപ്പിക്കുന്ന രചനയാണ് വേദാധികാര നിരൂപണം. വേദപഠനം ഒരു പ്രത്യേക ജാതിയുടെ അവകാശമാണെന്ന വിശ്വാസത്തെ ശാസ്ത്രീയവും യുക്തിസമവുമായി പരിശോധിച്ച് വേദജ്ഞാനം എല്ലാ മനുഷ്യർക്കും അവകാശപ്പെട്ടതാണെന്ന് സ്ഥാപിക്കുകയാണ് ഈ കൃതിയുടെ പ്രധാന ലക്ഷ്യം. ജാതിയുടെ പേരിൽ വിജ്ഞാനത്തിനും ആത്മീയ അന്വേഷണത്തിനും നിയന്ത്രണം ഏർപ്പെടുത്തുന്നത് ധർമ്മത്തിന്റെയും നീതിയുടെയും യഥാർത്ഥ സത്തയ്ക്ക് വിരുദ്ധമാണെന്ന് ചട്ടമ്പി സ്വാമികൾ ഈ ഗ്രന്ഥത്തിലൂടെ വ്യക്തമാക്കുന്നു. 1893 ഇത് രചിച്ചെങ്കിലും 1921 ഇതിന്റെ ആദ്യ പതിപ്പ് പ്രസിദ്ധീകൃതമാകുന്നത്. വിഷയത്തിന്റെ പ്രാധാന്യം, അന്നത്തെ സാമൂഹിക അന്തരീക്ഷത്തിൽ അതിനുണ്ടായിരുന്ന പ്രസക്തി എന്നിവയാണ് അതിനെ മികച്ചതാക്കി മാറ്റിയത്. വേദം എന്ന വാക്കിന്റെ അർത്ഥം എന്താണെന്ന് പരിശോധിച്ചുകൊണ്ടാണ് സ്വാമികൾ തന്റെ നിരൂപണം ആരംഭിക്കുന്നത്. ഇത് എന്ന ധാതുവിൽ നിന്നാണ് വേദം എന്ന വാക്കുണ്ടായതെന്നും അതിനർത്ഥം അറിവ് എന്നാണെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു. സ്വാമികളുടെ ദർശനത്തിൽ വേദം എന്നത് ഏതെങ്കിലും ഒരു പ്രത്യേക ഗ്രന്ഥമല്ല, അത് ജീവാത്മാവിന്റെയും പരമാത്മാവിന്റെയും ഇരിപ്പിടവും വിജ്ഞാനത്തിന്റെ അനന്തമായ ശേഖരവുമാണ്. ശ്രുതി, യുക്തി, അനുഭവം എന്നീ 3 പ്രമാണങ്ങളെ മുൻനിർത്തിയാണ് അദ്ദേഹം വേദസ്വരൂപത്തെ വിശകലനം ചെയ്യുന്നത്. പ്രപഞ്ചം തന്നെ വിജ്ഞാനത്തിന്റെ വെളിപാടാണെന്നിരിക്കെ ആ വിജ്ഞാനത്തെ ഏതെങ്കിലും ഒരു വിഭാഗത്തിന്റെ മാത്രം കൈപിടിയിൽ ഒതുക്കുന്നത് പ്രകൃതി വിരുദ്ധമാണെന്ന് സ്വാമികൾ സമർത്ഥിക്കുന്നു. വിജ്ഞാനം സാർവലൗകികമായ ഒന്നാണെന്ന ബോധ്യം, അത് നേടാനുള്ള അവകാശം ഏതെങ്കിലും പ്രത്യേക ലിംഗത്തിലോ വർണ്ണത്തിലോ പരിമിതപ്പെടുത്താൻ കഴിയില്ലെന്ന യുക്തിയിലേക്ക് നമ്മെ നയിക്കുന്നു. വേദസംബന്ധമായ വിവിധ വിഷയങ്ങൾ 5 അധ്യായങ്ങളിലായി വേദാധികാര നിരൂപണത്തിൽ ചർച്ച ചെയ്യുന്നു. വേദസ്വരൂപം, വേദപ്രാമാണ്യം, അധികാര നിരൂപണം, പ്രമാണാന്തര വിചാരം, യുക്തിവിചാരം എന്നിങ്ങനെയാണ് അധ്യായ ശീർഷകങ്ങൾ. വേദോപനിഷത്തുകളിൽ സ്വാമിക്കുണ്ടായിരുന്ന അപാരമായ ജ്ഞാനം ഈ കൃതി സാക്ഷ്യപ്പെടുത്തുന്നു. അറിവ് ഏതെങ്കിലും ഒരു വിഭാഗത്തിന്റെ മാത്രം കുത്തകയല്ലെന്നും ജാതി വ്യത്യാസമില്ലാതെ ആർക്കും വേദങ്ങളും വിജ്ഞാനവും പഠിക്കാൻ അവകാശമുണ്ടെന്നും ഈ കൃതി വ്യക്തമാക്കുന്നു. വിജ്ഞാനത്തിന്റെ സംഘാതം എന്ന നിലയിലാണ് വേദങ്ങളെ പൊതുവെ പരിഗണിച്ചു പോരുന്നത്. ആർഷ സംസ്കൃതിയുടെ മികച്ച ഈടവയ്പ്പുകളാണ് വേദപുരാണ ഇതിഹാസങ്ങൾ. സദാചാരം, ധാർമ്മികത, കർത്തവ്യനിഷ്ഠ, ജീവിതശൈലി പരിഷ്കരണം തുടങ്ങി ഒരു വ്യക്തിയെ പൂർണ്ണതയിലേക്ക് ഉയർത്താനുള്ള സ്വഭാവ സവിശേഷതകൾ വേദം പകർന്നു നൽകുന്നു. സംസ്കൃത ഭാഷയിൽ രചിക്കപ്പെട്ട വേദപുരാണ ഇതിഹാസങ്ങൾ മനുഷ്യകൃതങ്ങളാണെന്ന് സമർത്ഥിച്ച ചട്ടമ്പി സ്വാമി വേദപഠനത്തിൽ കടന്നുകൂടിയ പ്രത്യേക അവകാശ അധികാര
ശൂദ്രഃ കർമ്മണ ജായതേ ദ്വിജഃ. ജനനാൽ എല്ലാവരും ശൂദ്രർ തന്നെ. പിന്നീട് അവരവർ അവലംബിച്ച കർമ്മങ്ങൾക്ക് തക്കവണ്ണം ബ്രാഹ്മണരും ക്ഷത്രിയരും വൈശ്യരുമാകുന്നു എന്ന തത്വത്തെ അദ്ദേഹം ഉയർത്തിപ്പിടിച്ചു. ജന്മം കൊണ്ടാണ് ബ്രാഹ്മണ്യം നിശ്ചയിക്കുന്നതെങ്കിൽ ഇന്ന് ബ്രാഹ്മണ്യം അവകാശപ്പെടുന്ന പലരും വേദകാലത്തെ മാനദണ്ഡങ്ങൾ വെച്ച് നോക്കിയാൽ ആ സ്ഥാനത്തിന് അർഹരാകില്ലെന്ന് സ്വാമികൾ നിശ്ചിതമായി വിമർശിക്കുന്നു. വേദങ്ങളിൽ പറയുന്ന സകലതും സത്യമല്ലെന്നും രാജ്യഗ്രാഹ്യ വിവേചന ബുദ്ധിയോടെയാണ് വേദം പഠിക്കേണ്ടതെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നത് തികഞ്ഞ സാമൂഹിക ജാഗ്രതയോടെയാണ്. വേദത്തെ സംബന്ധിച്ച പ്രപഞ്ചവേദികളുടെ അഭിപ്രായം പറയുന്നിടത്ത് ഒന്നാമതായി സ്വാമി ഇങ്ങനെ പ്രസ്താവിക്കുന്നു: വേദത്തിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ വിഷയങ്ങളും സത്യമെന്ന് വയ്പാൻ പാടില്ല. അർത്ഥവാദപരമായും ഉപാഖ്യാനാദി വിഷയമായും ഇരിക്കുന്നവ നോക്കുക. അതിൽ അധിക ഭാഗവും കർമ്മകാണ്ഡമായിട്ടും കുറച്ചു ഭാഗം ബ്രഹ്മകാണ്ഡമായിട്ടും ഇരിക്കുന്നുവെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. ഈ കർമ്മകാണ്ഡങ്ങളിൽ പറഞ്ഞിട്ടുള്ള വിഷയങ്ങളിൽ പലതും ഹേയമായി തന്നെ ഇരിക്കുന്നുവെന്ന് പ്രസിദ്ധം. യാഗാദികളിൽ നടക്കുന്ന ഹിംസ എന്ത് കാരണത്താലാണെങ്കിലും ആകട്ടെ സാധുവാകുമോ? ഒരിക്കലുമില്ല. ഇവിടെ വേദപഠനത്തിൽ പുലർത്തേണ്ട ജാഗ്രതയാണ് സ്വാമി സ്പഷ്ടമാക്കുന്നത്. ഇതുകൂടാതെ വേദം ശബ്ദപ്രമാണത്തിലുള്ളതാണെന്നും പ്രത്യക്ഷ ജ്ഞാനത്തെയും അനുമാന ജ്ഞാനത്തെയും അപേക്ഷിച്ച് അത് ദുർബലമാണെന്നും സ്വാമി സമർത്ഥിക്കുന്നു. അതിങ്ങനെയാണ്: ഇതര ശബ്ദ പ്രമാണങ്ങളെ അപേക്ഷിച്ച് വേദത്തിന് പ്രാബല്യം ഇരിക്കാമെങ്കിലും പ്രത്യക്ഷ അനുമാനങ്ങളെ അപേക്ഷിച്ച് അത് ദുർബലം തന്നെയാണ്. ഭാഷ്യകാരന്മാർ അനുഭവവിരുദ്ധമായ വേദഭാഗങ്ങളെ കുറിച്ച് ബോധവാന്മാരായിരുന്നുവെന്നും സ്വാമി പ്രസ്താവിക്കുന്നു. വേദപ്രാമാണ്യം എന്ന 2-ാം അധ്യായത്തിലുടനീളം ഉദാഹരണങ്ങൾ നിരത്തി വേദപഠനത്തിൽ പുലർത്തേണ്ട വിവേചന ബുദ്ധിയെ ഉറപ്പിച്ചു പറഞ്ഞ ശേഷമാണ് വേദപഠനം എല്ലാവർക്കും ആകാമെന്ന് സമർത്ഥിക്കാൻ സ്വാമി തയ്യാറാകുന്നത്. 3-ാം അധ്യായമായ അധികാര നിരൂപണത്തിന്റെ ലക്ഷ്യം തന്നെ വേദപഠനം എല്ലാവർക്കും ആകാമെന്ന ഓർമ്മപ്പെടുത്തലാണ്. പഠന മനന അഭ്യസനങ്ങളുടെ അധികാരം ബ്രാഹ്മണർക്ക് മാത്രമുള്ളതാണെന്നും ക്ഷത്രിയ വൈശ്യാദികൾക്ക് അഭ്യസനം മാത്രമേ പാടുള്ളൂ എന്നുമുള്ള നിലവിലെ ധാരണയെ അവതരിപ്പിച്ച് ഇവരൊഴികെയുള്ളവർക്ക് വേദാധ്യയനം സാധ്യമാണോ എന്ന് സ്വാമി അന്വേഷിക്കുന്നു. ചാതുർവർണ്ണയത്തിൽ എല്ലാവർക്കും വേദപഠനം സാധ്യമാണെന്ന് പറയുമ്പോഴും രണ്ടാന്തര പൗരന്മാരായി അക്കാലത്ത് കണക്കാക്കിയിരുന്ന സ്ത്രീകൾക്ക് വേദപഠനം സാധ്യമാണോ എന്ന ചോദ്യത്തിന് പ്രമാണാന്തര വിചാരത്തിൽ സ്വാമി സ്വതോഹരണം സമാധാനം പറയുന്നു. വേദോപനിഷത്തുകളിൽ തന്നെ മന്ത്രദൃഷ്ടാക്കളും പഠിതാക്കളുമായ ധാരാളം സ്ത്രീകളുണ്ടെന്ന് മൈത്രേയിയെയും ഗാർഗിയെയും ചൂണ്ടി സ്വാമി സ്ഥാപിക്കുന്നു. കുലമല്ല, ജിജ്ഞാസയാണ് പഠനത്തിലുള്ള മാനദണ്ഡമെന്ന് ചൂണ്ടിക്കാണിക്കുന്ന അദ്ദേഹം വേദപഠനത്തിനും ജിജ്ഞാസയാണ് ആവശ്യമെന്നും തങ്ങളുടെ പ്രൗഢി കുറഞ്ഞു പോകുമോ എന്ന് കരുതി ചിലരുണ്ടാക്കിയ നിയമങ്ങൾ ആർക്കെങ്കിലും വിജ്ഞാനാർജനത്തിന് തടസ്സമുണ്ടാകുമെങ്കിൽ അവ തള്ളിക്കളയണമെന്നും ധൈര്യപൂർവ്വം പറയുന്നു. നമ്മുടെ വേദത്തെ മാത്രം ശൂദ്രർ പഠിച്ചാൽ അതിന്റെ മഹിമ കുറഞ്ഞു പോകുമെന്ന് എന്തിനായിട്ട് കരുതണം എന്നെഴുതുമ്പോൾ ജ്ഞാനാർജനത്തിലെ ജാതീയമായ വേർതിരിവുകളെ സംബന്ധിച്ച ശരിയായ ധാരണയോടെയും അതിനെ ഖണ്ഡിക്കാനുള്ള ബോധപൂർവമായ ശ്രമത്തോടെയുമാണ് സ്വാമി വേദാധികാര നിരൂപണ രചന നിർവഹിച്ചതെന്ന് മനസ്സിലാക്കാം. പുരാണങ്ങളിലെ പ്രഗത്ഭരായ മഹർഷിമാരുടെ വംശപരമ്പരയെ സ്വാമികൾ പരിശോധിക്കുന്നുണ്ട്. ഓടക്കാരിയുടെ മകനായ പരാശരനും മുക്കുവത്തിയുടെ മകനായ വ്യാസനും വേദങ്ങളെ ഓതിയല്ലോ, അവരും ബ്രാഹ്മണർ തന്നെ എന്ന് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നു. വംശശുദ്ധിയല്ല, ആത്മജ്ഞാനമാണ് ഒരാളെ ബ്രാഹ്മണനാക്കുന്നത്. ജാതീയമായ ഉച്ചനീചത്വങ്ങളെ തകർക്കുന്ന ഈ യുക്തിചിന്ത കേരളീയ സമൂഹത്തിൽ വലിയൊരു മാറ്റത്തിന് തിരികൊളുത്തി. വിദ്യാനിഷേധത്തിന്റെ ഈ ഇരുണ്ട കാലഘട്ടത്തിലേക്കാണ് ചട്ടമ്പി സ്വാമികൾ തന്റെ വിജ്ഞാന പ്രകാശവുമായി കടന്നു വരുന്നത്. വിജ്ഞാനം എന്നത് ഒരാളുടെയും കുത്തകയല്ലെന്നും അത് മനുഷ്യന്റെ മൗലിക അവകാശമാണെന്നും അദ്ദേഹം പ്രഖ്യാപിച്ചു. കേരളത്തിലെ 64 ജാതികളെയും ബാധിച്ചിരുന്ന സാമൂഹിക വിലക്കുകളെ ലംഘിക്കാൻ സ്വാമികൾ തിരഞ്ഞെടുത്തത് അതേ ശാസ്ത്ര ഗ്രന്ഥങ്ങളെ തന്നെയായിരുന്നു എന്നത് ശ്രദ്ധേയമാണ്. വേദാധികാര നിരൂപണം രചിക്കപ്പെട്ട കാലഘട്ടം കേരള നവോത്ഥാനത്തിന്റെ ആരംഭഘട്ടം കൂടിയായിരുന്നു. സാമൂഹിക പരിഷ്കാരങ്ങൾ അനിവാര്യമാണെന്ന തിരിച്ചറിവ് ശക്തിപ്പെട്ടുകൊണ്ടിരുന്ന സമയമായിരുന്നു അത്. പാശ്ചാത്യ വിദ്യാഭ്യാസത്തിന്റെ വ്യാപനം, അച്ചടി സംസ്കാരത്തിന്റെ വളർച്ച, സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങളുടെ ഉദയം എന്നിവ പുതിയ ചിന്തകൾക്ക് വഴിയൊരുക്കി. എന്നിരുന്നാലും പാരമ്പര്യത്തിന്റെ പേരിൽ പല അനീതികളും ന്യായീകരിക്കപ്പെട്ടിരുന്നു. ഈ സാഹചര്യത്തിൽ ശാസ്ത്ര ഗ്രന്ഥങ്ങളുടെ യഥാർത്ഥ അർത്ഥം പരിശോധിക്കുകയും അവയെ തെറ്റായി വ്യാഖ്യാനിച്ച് സമൂഹത്തിൽ അസമത്വം നിലനിർത്തുന്ന പ്രവണതകളെ ചോദ്യം ചെയ്യുകയും ചെയ്യേണ്ടത് കാലഘട്ടത്തിന്റെ ആവശ്യമായി മാറി. ഈ ആവശ്യത്തിന് മറുപടിയായാണ് ചട്ടമ്പി സ്വാമികൾ വേദാധികാര നിരൂപണം രചിച്ചത്. വേദങ്ങളിൽ എവിടെയും ജന്മത്തിന്റെ പേരിൽ മനുഷ്യരെ അറിവിൽ നിന്ന് മാറ്റി നിർത്തണമെന്ന് പറയുന്നില്ലെന്നും മറിച്ച് സത്യാന്വേഷണവും ആത്മജ്ഞാനവും സർവ്വ മനുഷ്യരുടെയും ലക്ഷ്യമാണെന്നും അദ്ദേഹം ഗ്രന്ഥത്തിൽ സ്ഥാപിക്കാൻ ശ്രമിക്കുന്നു. അതിനായി വേദങ്ങൾ
പുതിയ സമീപനം അവതരിപ്പിക്കുന്നു. ഗ്രന്ഥത്തിൽ ആവർത്തിച്ചു കാണുന്ന ഒരു പ്രധാന ആശയം ജന്മത്തേക്കാൾ മഹത്തായത് കർമ്മവും അറിവുമാണ് എന്നതാണ്. മനുഷ്യന്റെ ആത്മീയ വളർച്ച ജന്മത്തെ ആശ്രയിച്ചല്ല, അറിവിനെയും സദാചാരത്തെയും ആശ്രയിച്ചാണ് നിർണ്ണയിക്കപ്പെടുന്നതെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നു. ഈ നിലപാട് അക്കാലത്ത് നിലനിന്നിരുന്ന ജാതി അധിഷ്ഠിത സാമൂഹിക വ്യവസ്ഥയ്ക്ക് നേരിട്ടുള്ള വെല്ലുവിളിയായിരുന്നു. മനുഷ്യനെ ഉയർന്നവരോ താഴ്ന്നവരോ ആക്കുന്നത് ജന്മമല്ല, അവന്റെ സ്വഭാവവും ജീവിത മൂല്യങ്ങളുമാണ് എന്ന ചിന്തയാണ് ഗ്രന്ഥത്തിന്റെ ഹൃദയം. മതത്തോടുള്ള സമതുലിതമായ സമീപനം വേദാധികാര നിരൂപണത്തിന്റെ ശ്രദ്ധേയമായ സവിശേഷതയാണ്. മതത്തെ അദ്ദേഹം എതിർക്കുന്നില്ല, മറിച്ച് മതത്തിന്റെ പേരിൽ മനുഷ്യനെ അടിച്ചമർത്തുന്ന തെറ്റായ വ്യാഖ്യാനങ്ങളെയാണ് ചോദ്യം ചെയ്യുന്നത്. യഥാർത്ഥ ആത്മീയത മനുഷ്യനെ സത്യത്തിലേക്കും സമത്വത്തിലേക്കും നയിക്കേണ്ടതാണെന്നും വിഭജിക്കേണ്ടതല്ലെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു. ഈ സമീപനം ഇന്നും മതസൗഹാർദ്ദത്തെക്കുറിച്ചുള്ള ചർച്ചകളിൽ പ്രസക്തമാണ്. അറിവിന്റെ ജനാധിപത്യവൽക്കരണമാണ് ഗ്രന്ഥത്തിന്റെ മറ്റൊരു ശാശ്വത സംഭാവന. വിജ്ഞാനം ഏതെങ്കിലും വിഭാഗത്തിന്റെ കുത്തകയായി മാറുമ്പോൾ സമൂഹത്തിന്റെ പുരോഗതി തടസ്സപ്പെടുമെന്നും എല്ലാവർക്കും തുല്യമായി അറിവ് ലഭിക്കുമ്പോഴാണ് ഒരു ജനാധിപത്യ സമൂഹം യഥാർത്ഥ അർത്ഥത്തിൽ വളരുന്നതെന്നും ചട്ടമ്പിസ്വാമികൾ ചൂണ്ടിക്കാണിക്കുന്നു. ഇന്ന് ഓപ്പൺ എഡ്യൂക്കേഷൻ, ഓപ്പൺ ആക്സസ്, ഡിജിറ്റൽ പഠനം തുടങ്ങിയ ആശയങ്ങൾ പ്രാധാന്യം നേടുന്ന സാഹചര്യത്തിൽ അദ്ദേഹത്തിന്റെ ഈ ചിന്തയ്ക്ക് കൂടുതൽ ആഴത്തിലുള്ള പ്രസക്തിയുണ്ട്. കേരള നവോത്ഥാനത്തിന്റെ ചരിത്രം പരിശോധിക്കുമ്പോൾ ചട്ടമ്പിസ്വാമികളുടെ വേദാധികാര നിരൂപണം ഒരു പ്രധാന ആശയരേഖയായി കാണാൻ കഴിയും. നവോത്ഥാനത്തിന്റെ അടിസ്ഥാന ലക്ഷ്യം മനുഷ്യ സമത്വം സ്ഥാപിക്കുകയും ജാതി വ്യവസ്ഥയുടെ പേരിൽ നിലനിന്നിരുന്ന അനീതികളെ ഇല്ലാതാക്കുകയും വിദ്യാഭ്യാസം എല്ലാവരിലേക്കും എത്തിക്കുകയും ചെയ്യുക എന്നതായിരുന്നു. ഈ ലക്ഷ്യങ്ങളുമായി വേദാധികാര നിരൂപണത്തിലെ ആശയങ്ങൾ നേരിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ഇന്ത്യൻ ഭരണഘടനയുടെ അടിസ്ഥാന മൂല്യങ്ങളായ സമത്വം, സ്വാതന്ത്ര്യം, സാഹോദര്യം, സാമൂഹിക നീതി എന്നിവയും വേദാധികാര നിരൂപണത്തിലെ ആശയങ്ങളുമായി അത്ഭുതകരമായ സാമ്യം പുലർത്തുന്നു. ഭരണഘടന നിയമത്തിന് മുന്നിൽ എല്ലാവരും തുല്യരാണെന്നും ജാതി, മതം, ലിംഗം, വർണ്ണം എന്നിവയുടെ പേരിൽ വിവേചനം പാടില്ലെന്നും പ്രഖ്യാപിക്കുന്നു. ചട്ടമ്പിസ്വാമികൾ തന്റെ കാലത്ത് ഇതേ ആശയം ആത്മീയവും സാമൂഹികവുമായ ഭാഷയിൽ അവതരിപ്പിച്ചു. അതിനാൽ ഭരണഘടനയിൽ പിന്നീട് നിയമരൂപം നേടിയ പല മൂല്യങ്ങളും അദ്ദേഹത്തിന്റെ ചിന്തകളിൽ മുൻകൂട്ടി കാണാൻ സാധിക്കുന്നു. ഭരണഘടനയുടെ ആർട്ടിക്കിൾ 14 സമത്വത്തിനുള്ള അവകാശം ഉറപ്പു നൽകുന്നു. ആർട്ടിക്കിൾ 15 ജാതി, മതം, ലിംഗം തുടങ്ങിയവയുടെ അടിസ്ഥാനത്തിലുള്ള വിവേചനം നിരോധിക്കുന്നു. ആർട്ടിക്കിൾ 21A വിദ്യാഭ്യാസത്തിനുള്ള അവകാശം ഉറപ്പാക്കുന്നു. ഈ ഭരണഘടനാ മൂല്യങ്ങളെ വേദാധികാര നിരൂപണത്തിന്റെ വെളിച്ചത്തിൽ വായിക്കുമ്പോൾ ചട്ടമ്പിസ്വാമികളുടെ ചിന്തകൾ എത്രത്തോളം കാലത്തെ അതിജീവിച്ചവയാണെന്ന് മനസ്സിലാക്കാൻ കഴിയും. ആധുനിക വിദ്യാഭ്യാസത്തിന്റെ ലക്ഷ്യം വിവരങ്ങൾ കൈമാറുക മാത്രമല്ല, വിമർശനാത്മക ചിന്ത, യുക്തിബോധം, ശാസ്ത്രീയ മനോഭാവം, മനുഷ്യാവകാശ ബോധം എന്നിവ വളർത്തുക കൂടിയാണ്. ഇവയെല്ലാം വേദാധികാര നിരൂപണത്തിൽ വ്യക്തമായി പ്രതിഫലിക്കുന്നു. പരമ്പരാഗത വിശ്വാസങ്ങളെ പോലും ചോദ്യം ചെയ്യാൻ ചട്ടമ്പിസ്വാമികൾ മടിച്ചില്ല. അദ്ദേഹത്തിന്റെ സമീപനം വിദ്യാർത്ഥികളെ സ്വതന്ത്രമായി ചിന്തിക്കാനും തെളിവുകളുടെ അടിസ്ഥാനത്തിൽ നിഗമനങ്ങളിൽ എത്താനും പ്രേരിപ്പിക്കുന്നു. ഇന്നത്തെ ഡിജിറ്റൽ യുഗത്തിൽ അറിവ് ലോകമെമ്പാടും ലഭ്യമാണെങ്കിലും ഡിജിറ്റൽ അസമത്വം, ഭാഷാപരമായ പരിമിതികൾ, സാമ്പത്തിക തടസ്സങ്ങൾ തുടങ്ങിയ പുതിയ വെല്ലുവിളികൾ നിലനിൽക്കുന്നു. അറിവ് എല്ലാവരിലേക്കും എത്തിക്കണമെന്ന ചട്ടമ്പിസ്വാമികളുടെ സന്ദേശം ഈ സാഹചര്യത്തിൽ പ്രസക്തമാണ്. ഡിജിറ്റൽ സാക്ഷരത, തുറന്ന വിദ്യാഭ്യാസം, ഓൺലൈൻ പഠനം തുടങ്ങിയ ആശയങ്ങൾ അദ്ദേഹത്തിന്റെ വിജ്ഞാന സ്വാതന്ത്ര്യ ചിന്തയുമായി ബന്ധിപ്പിക്കാവുന്നതാണ്. വേദാധികാര നിരൂപണം ചരിത്രപരമായ ഒരു സാമൂഹിക വിമർശനം മാത്രമല്ല, അത് കേരള നവോത്ഥാനത്തിന്റെ ആശയാത്മക അടിത്തറയും ഇന്ത്യൻ ഭരണഘടനയുടെ സമത്വ മൂല്യങ്ങളോട് ചേർന്ന് നിൽക്കുന്ന മാനവിക ദർശനവും ആധുനിക വിദ്യാഭ്യാസത്തിന്റെ വിമർശനാത്മകത ഉൾക്കൊള്ളുന്നതുമായ സമീപനത്തിന് പ്രചോദനം നൽകുകയും ചെയ്യുന്ന ശാശ്വത ഗ്രന്ഥമാണ്. അതുകൊണ്ട് തന്നെ ഈ കൃതി ഇന്നും ചരിത്രകാരന്മാർക്കും സാമൂഹിക ശാസ്ത്രജ്ഞർക്കും വിദ്യാഭ്യാസ വിദഗ്ധർക്കും ഒരുപോലെ പഠന വിധേയമാണ്. ഇന്നത്തെ സമൂഹത്തിൽ വിദ്യാഭ്യാസം ഭരണഘടനാപരമായ അവകാശമായിരിക്കുമ്പോഴും സാമൂഹികവും സാമ്പത്തികവുമായ അസമത്വങ്ങൾ പൂർണ്ണമായും അവസാനിച്ചിട്ടില്ല. അറിവിലേക്കുള്ള തുല്യപ്രവേശനം, വിദ്യാഭ്യാസത്തിലെ ഉൾക്കൊള്ളൽ, സാമൂഹിക നീതി, മനുഷ്യ അവകാശങ്ങൾ എന്നിവയെക്കുറിച്ചുള്ള ചർച്ചകൾ ശക്തമാകുന്ന ഈ കാലഘട്ടത്തിൽ വേദാധികാര നിരൂപണത്തിന്റെ സന്ദേശം കൂടുതൽ പ്രസക്തമാകുന്നു. അറിവ് ആരുടെയും കുത്തകയല്ല, അത് മനുഷ്യരാശിയുടെ പൊതുസമ്പത്താണ് എന്ന ചട്ടമ്പിസ്വാമികളുടെ നിലപാട് ഇന്നും വിദ്യാഭ്യാസ സാമൂഹിക ചർച്ചകൾക്ക് ശക്തമായ അടിത്തറ നൽകുന്നു. ചട്ടമ്പിസ്വാമികൾ ഒരു സന്യാസി മാത്രമായിരുന്നില്ല, ലോകത്തെ ഒരു കുടുംബമായി കണ്ട വിശ്വപൗരനായിരുന്നു. അറിവിന്റെ പ്രകാശം കൊണ്ട് സാമൂഹികമായ അന്ധകാരത്തെ മാറ്റാൻ അദ്ദേഹം പരിശ്രമിച്ചു. ജാതിരഹിതവും ലിംഗസമത്വവുമുള്ള ഒരു ലോകം കെട്ടിപ്പടുക്കാൻ വേദാധികാര നിരൂപണം പോലുള്ള കൃതികൾ ഇന്നും പ്രചോദനമാണ്. സ്വാമികൾ കൊളുത്തിയ ജ്ഞാനദീപം
ഓരോരുത്തരുടെയും കടമയാണ്. നന്ദി.